ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി പ്രിലിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കണേടാ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് ഡിഗ്രി പ്രിലിംസ് നടക്കുന്നത് പലരും ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പ്രിലിംസ് പരീക്ഷ നടക്കുക. അതിനകത്ത് ആദ്യ പ്രിലിംസ് മെയ് മാസം 2-ാം തീയതിയാണ് നടക്കാനിരിക്കുന്നത്. രണ്ടാമത്തെ പ്രിലിംസ് മെയ് മാസം 16 നടക്കും. 3-ാം ഘട്ടം ജൂണിലാണ്. അതിന്റെ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ജൂണിലെ കലണ്ടറിലായിരിക്കും അതിനെപ്പറ്റി എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുമെന്നാണ് PSC പറയുന്നത്. അപ്പം മൊത്തം 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും, 3 ഫേസിലായിട്ടായിരിക്കും ഇത്തവണത്തെ ഡിഗ്രി പ്രിലിംസ് എന്ത് ചെയ്യുക നടക്കുക. ഏകദേശം 13 തസ്തികകളിലേക്ക് നമ്മുടെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള അസിസ്റ്റന്റ് പരീക്ഷ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ, SI അടക്കമുള്ള 13-ൽ പരം തസ്തികകളിലേക്കാണ് ഇത്തവണ ഈ പ്രിലിംസ് ഘട്ടം നടക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അപ്പോൾ 2 ഘട്ടം മെയ് 2, മെയ് 16 ആണ്. 1-ാം ഘട്ടം മെയ് 2-ാം തീയതിയും 2-ാം ഘട്ടം മെയ് 16 നടക്കും. ഓക്കെ, എത്രയാണ് അപേക്ഷകർ എന്നറിയാമോ? ഏകദേശം 5,50,50,000 പേരാണ്. ഏകദേശം 5.5 ലക്ഷം പേര് ഈ പരീക്ഷ എന്ത് ചെയ്തിരിക്കുന്നു, അപേക്ഷിച്ചിരിക്കുന്നു. അവരാണ് ഈ പറഞ്ഞ 3 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകാനിരിക്കുന്നത്. ഈ 5,50,50,000 മനുഷ്യരാണ്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് ഈ പറഞ്ഞ എക്സാമിലേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. 1-ാം ഘട്ടത്തില് 1,80,000 പേരും, 2-ാം ഘട്ടത്തിൽ 1,80,000 പേരും, 3-ാം ഘട്ട പരീക്ഷ ജൂണിലാണ് നടക്കാൻ തീരുമാനിച്ചെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 13 തസ്തികകളായിട്ടാണ് ഈ പരീക്ഷ നടക്കുക. അതിൻ്റെ ഏതൊക്കെയാണ് പരീക്ഷ എന്ന് വെച്ചാൽ, ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജയിലർ, നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് തുടങ്ങിയ 13ഓളം തസ്തികകളിലേക്കാണ് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് കണ്ടക്ട് ചെയ്യപ്പെടുക. അതിൻ്റെ സിലബസ് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും ആ സിലബസ് ജസ്റ്റ് എന്ന് പറയുന്നു. ജനറൽ നോളജിലേക്ക് വരുമ്പോൾ 10 മാർക്കിനാണ് ഹിസ്റ്ററി, ജോഗ്രഫി 5 മാർക്കിന്. അതിനകത്ത് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി 3 കൂടെ 10 മാർക്കിനാണ്. ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി 5 മാർക്കിനാണ്. എക്കണോമിക്സ് ഏരിയ 5 മാർക്കിനാണ്. സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കലാസാഹിത്യ സാംസ്കാരികം 10 മാർക്കിനാണ്. കമ്പ്യൂട്ടർ IT മേഖല 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക് 5 മാർക്ക്, മാത്സ് ആൻഡ് മെന്റബിലിറ്റി 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം 10 മാർക്ക്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പ്രിലിംസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിലയിരുത്തുമ്പോൾ ഏകദേശം എങ്ങനെ നോക്കിയാലും നമുക്ക് ആ ഒരു 60-നകം അല്ലേ, മിക്കവാറും കട്ട് ഓഫ് എല്ലാം ഒരു 50-60 റേഞ്ചിലൊക്കെയാണ്. ആ ഒരു 60 റേഞ്ചിലൊക്കെയാണ്, 45 to 60 എന്നുള്ള റേഞ്ചിലൊക്കെയാണ് എന്ത് ചെയ്യുക, ബിലോ 60 ആണ് കട്ട് ഓഫ് വരിക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു പ്രാഥമിക പരീക്ഷ മാത്രമാണ്. ഇതിൽ വിജയിക്കുന്നവരായിരിക്കും മെയിൻസിലോട്ട് എന്ത് ചെയ്യുക, കടക്കുക. അപ്പോൾ ഈ പ്രാഥമിക പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈലം BSCയിൽ ഒരു അടിപൊളി റെക്കോർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഇനി ഒരു 10-40 ദിവസം, 40 ദിവസം, നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. 40 ദിവസമേ ഉള്ളൂ എന്ന് ചിന്തിക്കാം, 40 ദിവസം ഉണ്ട് എന്ന് ചിന്തിക്കാം. ഇനി പഠിച്ചാൽ പോലും ഒരു 40 ദിവസം നമ്മുടെ മുന്നിലുണ്ട്, 40 ദിവസം നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇനി പഠിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സുഖസുന്ദരമായിട്ട് പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാനെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെക്കോർഡ് ബാച്ചാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാർച്ച് 11 ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വെറും 1,499 രൂപ മാത്രമാണ് ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ടിൽ എക്സാം, നിങ്ങൾ എന്നാണോ നിങ്ങളുടെ എക്സാം നടക്കുക അന്ന് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, വെറും 1,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ റെക്കോർഡ് ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാത്തവർ, ഇനി പഠിക്കാൻ പോകുന്നവർ എന്ത് ചെയ്യാം, ഈ ബാച്ച് ചൂസ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന നിങ്ങളുടെ ലക്ഷ്യം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.